ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വരുവാൻ കർത്താവ് അവസരം നൽകിയല്ലോ. കഴിഞ്ഞ ദിവസം മയൻമാറിലും തായ്ലൻഡിലും വന്ന ആ ഭൂമി കുലുക്കത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ യൂട്യൂബിലും ന്യൂസ് ചാനലിൽ കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ആ വിഷയം പറയാത്തതിൻ്റെ കാരണം ഞങ്ങൾ അമേരിക്കയിൽ ടെക്സസിലെ ഓരോ സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്കായി പോകുമ്പോൾ ലൈവായിട്ട് ആരാധന നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് 2-3 ദിവസം മുമ്പേ തന്നെ അത് റെക്കോർഡ് ചെയ്ത് അത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആരാധന റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഭൂമി കുലുക്കം ഇതുണ്ടായത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ആ വിഷയം പറയാഞ്ഞത്. ലോകത്തിൽ എത്ര സംഭവങ്ങൾ പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഇന്ത്യൻ ഓഷനിൽ താഴെ അമേരിക്കയുടെ ഒരു ദ്വീപമുണ്ട്, ദീഗോ ഗാർഷ്യ. നിങ്ങൾ വാർത്ത വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഹമാസ്, ഹെസ്ബുല്ല, ഹുത്തികളുടെ പുറത്ത് ആക്രമണം പോലെ അല്ല ഇറാൻ. അഫ്ഗാനിസ്ഥാനോ ഇറാഖ് പോലല്ല ആ രാജ്യം. പക്ഷെ നമ്മൾ അറിയുന്നില്ല ഇനി അടുത്ത നീക്കങ്ങൾ എങ്ങനെയായിരിക്കും. പക്ഷെ ഒന്നുണ്ടല്ലോ, ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ കർത്താവ് വരാറായി. നമ്മൾ കഴിഞ്ഞ ആഴ്ച യെശയ്യാ പ്രവചനം അതിൻ്റെ 16-ാമത്തെ അധ്യായം നമ്മൾ ധ്യാനിച്ചത് സർവശക്തനായ ദൈവം മോവാബികളോട് തൻ്റെ അരുളപ്പാട് സ്പഷ്ടമായി അറിയിക്കുന്നത്. ദൈവത്തിൻ്റെ കോപം അവരുടെ പുറത്ത് വീഴുന്നതിന് മുമ്പേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുക. എന്നാലും മനുഷ്യൻ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുമ്പോഴും ഹൃദയത്തെ കഠിനമാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മുടെ വചനധ്യാനത്തിനായി നമുക്ക് യെശയ്യാ 17-ാമത്തെ അധ്യായമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഐസയ ചാപ്റ്റർ 17 വേദപുസ്തകം തുറന്ന് നമ്മൾ 1 മുതൽ അതിൻ്റെ 14-ാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 17-ാമത്തെ അധ്യായം, മുഴുവൻ അധ്യായം നമുക്ക് ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. ദമ്മേശെക്കിനെ കുറിച്ചുള്ള പ്രവാചകം, ഇതാ ദമ്മേശെക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അത് ശൂന്യ കൂമ്പാരമായി തീരും. അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു. അവ ആട്ടിൻകൂട്ടങ്ങൾക്ക് ആയിരിക്കും. ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞു കിടക്കും. എഫ്രയീമിൽ കോട്ടയും ദമ്മേശെക്കിൽ രാജത്വവുമില്ലാതെയാകും. അരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അന്നാളിൽ യാക്കോബിന്റെ മഹത്വം ക്ഷയിക്കും. അവന്റെ ദേഹപുഷ്ടി മെലിഞ്ഞു പോകും. അത് കൊയ്ത്തുകാരൻ വിള ചേർത്തു പിടിച്ചു കൈകൊണ്ട് കതിരുകളെ കൊയ്യും പോലെയും ഒരുത്തൻ റഫായീം താഴ്വരയിൽ കതിരുകളെ പെറുക്കും പോലെയും ആയിരിക്കും. ഒലിവ് തല്ലുമ്പോൾ വൃക്ഷാഗ്രത്തിൽ 2-3 കായോ ഫലവൃക്ഷത്തിന്റെ കൊമ്പുകളിൽ 4-5 കായോ ഇങ്ങനെ കാലാ പറിപ്പാൻ ചിലത് ശേഷിച്ചിരിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അന്നാളിൽ മനുഷ്യൻ തന്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും തന്റെ വിരലുകളാൽ ഉണ്ടാക്കിയ അശേരാവിഗ്രഹങ്ങളെയും സൂര്യസ്തംഭങ്ങളെയും നോക്കാതെയും തന്റെ സൃഷ്ടാവിങ്കിലേക്ക് തിരികെയും അവന്റെ കണ്ണ് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നോക്കുകയും ചെയ്യും. അന്നാളിൽ അവന്റെ ഉറപ്പുള്ള പട്ടണങ്ങൾ അമോര്യരും ഹിവ്യരും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ നിർജ്ജന ദേശം പോലെയാകും. അവ ശൂന്യമായി തീരും. നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്ന് നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതെ ഇരിക്കൊണ്ട് നീ മനോഹരമായ തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്തു നിന്നുള്ള വള്ളികളെ നടുന്ന ദിവസത്തിൽ നീ അതിന് വേലി കെട്ടുകയും രാവിലെ നിന്റെ നടുതല പൂക്കുമാറാക്കുകയും ചെയ്യുന്നു. എങ്കിലും കഠിനമായ മുറിവും തീരാത്ത വ്യസനവും തട്ടുന്ന ദിവസത്തിൽ കൊയ്ത്തു പോയി പോകും. അയ്യോ, അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ, വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. എങ്കിലും അവൻ അവരെ ശാസിക്കും. അപ്പോൾ അവർ ദൂരത്തേക്ക് ഓടിപ്പോകും. കാറ്റിൻ മുമ്പിൽ പർവ്വതങ്ങളിലെ പതിർ പോലെയും കൊടുങ്കാറ്റിൻ മുമ്പിൽ ചുഴന്നു പറക്കുന്ന പൊടി പോലെയും പാറിപ്പോകും. സന്ധ്യാസമയത്ത് ഇതാ ഭീതി, പ്രഭാതത്തിന് മുമ്പേ അവൻ ഇല്ലാതെയായി.
ഇത് നമ്മെ കൊള്ളയിടുന്നവരുടെ ഓഹരിയും നമ്മോട് പിടിച്ചു പറിക്കുന്നവരുടെ പങ്കുമാകുന്നു. ഇവിടെ നമ്മൾ പ്രാർത്ഥനയോട് നമുക്ക് ഈ പ്രവചനത്തിൻ്റെ ഭാഗം ശ്രദ്ധിക്കാം. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇനി മോവാബ് കഴിഞ്ഞാൽ അടുത്ത ദമിഷേക്കിൻ്റെ കുറിച്ചാണ്. ഈ അടുത്ത രാജ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള അരുളപ്പാട് അറിയിക്കുക. ഇതിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആദ്യത്തെ വിഷയം, ഈ ദമിഷേക്ക് പറഞ്ഞ ആ പട്ടണം യെശയ്യാ പ്രവചിക്കുന്ന ആ നാളിൽ മാത്രമല്ല, ഇന്നും 2025 ഏപ്രിൽ മാസത്തിൽ ഈ ദമിഷേക്ക് പറഞ്ഞ പട്ടണം ഇന്നുമുണ്ട്. അത് സിറിയ പറഞ്ഞ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. കുറേ മാസങ്ങൾ മുമ്പേ അവിടുത്തെ പ്രസിഡന്റ് ബഷാർ ജീവന് രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് ഓടിയ വാർത്ത നമ്മൾ കേട്ടല്ലോ. ഇസ്രായേലിൻ്റെ അടുത്തുള്ള രാജ്യം സിറിയയുടെ തലസ്ഥാനമാണ് ദമിഷേക്ക്. അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട്. ഈ പ്രവചനത്തിൻ്റെ ഒരു ഭാഗം ആഹാസ് രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ നിവൃത്തിയായതാ. വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. 2 Kings 16:9. 2 Kings 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 2 Kings 16:9. അശൂർ രാജാവ് അവന്റെ അപേക്ഷ കേട്ടു. അശൂർ രാജാവ് ദമ്മശേക്കിലേക്ക് ചെന്ന് അതിനെ പിടിച്ച് അതിലെ നിവാസികളെ കീരിലേക്ക് ബദ്ധരായി കൊണ്ടുപോയി രസീനെ കൊന്നുകളഞ്ഞു. ഇതിൻ്റെ 8 വായിച്ചാട്ട് 8, 9 ഒന്നിച്ച് വായിക്കാം. അതിനായിട്ട് ആഹാസ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയും പൊന്നും എടുത്ത് അശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു. അശൂർ രാജാവ് അവന്റെ അപേക്ഷ കേട്ടു. അശൂർ രാജാവ് ദമ്മശേക്കിലേക്ക് ചെന്ന് അതിനെ പിടിച്ച് അതിലെ നിവാസികളെ കീരിലേക്ക് ബദ്ധരായി കൊണ്ടുപോയി രസീനെ കൊന്നുകളഞ്ഞു. ഈ അധ്യായം യെശയ്യാ പ്രവചനം 17-ാമത്തെ അധ്യായം. ഇത് യെശയ്യാ പ്രവചനത്തിൻ്റെ 9-ാമത്തെ അധ്യായം കഴിഞ്ഞ് വരേണ്ടതാണ് സമയം നോക്കിയാൽ. കാരണം അന്ന് ആ 9-ാമത്തെ അധ്യായമൊക്കെ വായിക്കുമ്പോൾ യഹൂദയുടെ പുറത്ത് ആഹാസ് രാജാവ് വാണോണ്ടിരിക്കുന്നത്. ഇത് ആഹാസ് വാണോണ്ടിരുന്ന സമയത്ത് നടന്ന ഒരു സംഭവമാണ്. അശൂറിൻ്റെ രാജാവ് വന്ന് ദമിഷേക്കിനെ കീഴടക്കി അവിടുത്തെ ജനത്തെ അവിടുന്ന് അടിമകളാക്കി കൊണ്ടുപോയി. പക്ഷേ ഈ 17-ാമത്തെ അധ്യായത്തിൽ കൊടുത്തേക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ 17-ാമത്തെ ഭാഗത്തിൽ വെച്ചേക്കുക. കാരണം ഇവിടെ എഴുതിയേക്കുന്ന ആ പ്രവചനം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഇതുവരെ മുഴുവൻ അങ്ങനെ തന്നെ പൂർത്തീകരിച്ചിട്ടില്ല. ദമിഷേക്ക് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും പഴയ ഒരു തലസ്ഥാനമാണ്. എത്ര ആണ്ടുകൾ കടന്നു പോയി. ബാബിലോൺ ഇനി കാണാൻ പോലും ഇല്ലല്ലോ. ബാക്കി എത്ര രാജ്യങ്ങൾ അവരുടെ പട്ടണങ്ങൾ കാണാൻ പോലും ഇല്ലാതിരിക്കുമ്പോൾ ഇന്നും ഇത്ര ആണ്ടുകൾ കടന്നു പോയിട്ടും ദമിഷേക്ക് ഇന്നും ഒരു തലസ്ഥാനമായി ഇരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ പ്രത്യേകത എത്ര ആണ്ടുകൾ കടന്നുപോയി. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് വരെ നിലനിൽക്കുന്ന ഈ ദമിഷേക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എഴുതിയേക്കുന്ന വിഷയങ്ങൾ ഇനി സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ നീക്കങ്ങളാണ് നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഹമാസിൻ്റെ വിരോധം യുദ്ധം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹെസ്ബുല്ല, സിറിയ, അത് കഴിഞ്ഞിട്ട് യമനിലുള്ള ഹുത്തികൾ, അത് കഴിഞ്ഞിട്ട് ഇറാൻ്റെ പുറത്തുള്ള ആക്രമണം നമ്മളെല്ലാം കേട്ടല്ലോ. ഇന്ന് സിറിയയിൽ വന്നേക്കുന്ന ഭരണം അത് ഇസ്രായേലിൻ്റെ അത്രയും വിരോധമായിട്ടുള്ള അല്ല. പക്ഷെ നമ്മൾ അറിയുന്നില്ല ഏത് രീതിയിലാണ് ഇനി അടുത്ത നീക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അമേരിക്ക ഇറാനെ അടിക്കുമോ?
ഇസ്രായേലിൻ്റെ പുറത്ത് റഷ്യ ആക്രമിക്കുമോ? ഇതെല്ലാം കാര്യങ്ങൾ നമ്മുടെ മുമ്പേ ഉണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തലസ്ഥാനത്തെക്കുറിച്ച്, ഈ രാജ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് സ്പഷ്ടമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടെ ഉണ്ട്. ദമിശ്കേക്കിനോട് മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്. ഈ അരാമികൾ അല്ലെങ്കിൽ ദമിശ്കേക്കുള്ളവരുടെ കൂടെ തെരഞ്ഞെടുത്ത ജാതി ഇസ്രായേലും കൂടിയതാ. അതുകൊണ്ട് ഈ അധ്യായത്തിൽ ദമിശ്കേക്കിൻ്റെ പുറത്ത് വരുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ഇസ്രായേലിൻ്റെ പുറത്തും ന്യായവിധി വീഴും. കാരണം അതിൻ്റെ കൂടെ നിന്നതാ, കൂട്ടുകൂടിയിട്ടുണ്ട്. എന്തിന്? തൻ്റെ സഹോദരനായ യഹൂദയെ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ ഈ ദമിശ്കേക്കിൻ്റെ കൂടെ കൂട്ടുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ 17:1, ഐസയ 17:1. ദമ്മശേക്കിനെ കുറിച്ചുള്ള പ്രവാചകം, ഇതാ ദമ്മശേക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു, അത് ശൂന്യ കൂമ്പാരമായി തീരും. ഇവിടെ ആദ്യമേ ദ ബേർഡൻ ഓഫ് ഡമസ്കസ്, പ്രവചനം മാത്രമല്ല, അത് വലിയ ഭാരമാ. അയ്യോ, ഇനി മോവാബ്, ബാബിലോൺ കഴിഞ്ഞ്, അശൂരികൾ കഴിഞ്ഞ് ബാബിലോൺ കഴിഞ്ഞിട്ട് പിന്നെ മോവാബ് കഴിഞ്ഞിട്ട് ഇനിയും അടുത്തത് ദമിശ്കേക്കിനെ കുറിച്ചുള്ള ഭയങ്കര ഭാരമാ. ന്യായവിധി വീഴാൻ പോവുക. പട്ടണം കൂമ്പാരമായി തീരുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട്. ഒരു പട്ടണം കൂമ്പാരമാകണമെന്ന് പറഞ്ഞാൽ, ശൂന്യ കൂമ്പാരമായി തീരണമെന്ന് പറഞ്ഞാൽ, ഒന്ന് ചിന്തിച്ചേ. ഇന്ന് കഴിഞ്ഞ ദിവസം നിങ്ങൾ ബാങ്കോക്കിലും മ്യാൻമാറിൽ വന്ന ഭൂകമ്പത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടല്ലോ. ആ ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ സ്കൈ സ്ക്രേപ്പേഴ്സ്, അത് ആടുന്നത്, അത് കാണുമ്പോഴേ പേടി വരും. ഒരു 30 നിലയുടെ സ്കൈ സ്ക്രേപ്പർ പണി നടക്കുമായിരുന്നു. നിന്ന നിപ്പിൽ അത് മുഴുവൻ താഴെ വീണത്. ഒരു പട്ടണം കൂമ്പാരമായി തീരണമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പണിയാണോ? ആ പട്ടണം പകുതിയല്ല, മുഴുവനും കൂമ്പാരമായി തീരും. ദൈവത്തിൻ്റെ ന്യായവിധി വീഴുന്നേ. നമ്മൾ ഓരോ പട്ടണങ്ങളെ നമ്മൾ കാണുമ്പോൾ അവരുടെ ആ നിഗളം, ഞങ്ങളും ഇങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ, പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയ ആ എയർപോർട്ടിൽ എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, വെൽക്കം ടു ഹോങ്കോങ്, വെൽക്കം ടു മനില, വെൽക്കം ടു ലണ്ടൻ, വെൽക്കം ടു സിയാറ്റിൽ, വെൽക്കം ടു വാൻകൂവർ. വലിയ വലിയ പട്ടണങ്ങളാ. ആ പട്ടണത്തിൻ്റെ ഗമ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് ബാബിലോൺ ആയിരുന്നു, ഇന്നോ എത്ര പട്ടണങ്ങളാ. ന്യൂയോർക്ക് ആയിക്കോട്ടെ, ലണ്ടൻ ആയിക്കോട്ടെ, ബ്രസൽസ് ആയിക്കോട്ടെ, ഓരോ പട്ടണം. ഹോങ്കോങ്, ഇന്ത്യയിലാണെ മുംബൈ, ഡൽഹി, കൽക്കട്ട, കൊച്ചി, ഓരോ പട്ടണം. അവരുടെ വലിയ വലിയ സ്കൈ സ്ക്രേപ്പേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗമയുണ്ട്. നിന്റെ ഗമ തകർക്കുന്ന ഒരു ദിവസമുണ്ട്. ദമിശ്കേക്കേ, നീ ഇതുവരെ തകർന്നിട്ടില്ലല്ലോ മുഴുവനും, നീ തകരാൻ പോകുന്നതേ ഉള്ളൂ. ബാബിലോൺ ഇത്രയും നീളമുണ്ടായിരുന്നു, അതിനെ തകർത്തു. ഇന്നവിടെ ആരുണ്ട്? ലോകത്തിൻ്റെ മാപ്പിൽ പോലും ബാബിലോൺ പേരില്ല. ഒരു സമയം ലോകത്തിൻ്റെ ഡെവലപ്ഡ് പട്ടണമായിരുന്നു. ദൈവം പറയുന്നേ, ദമിശ്കേക്കേ, നിശൂന്യമായി ഒരു കൂമ്പാരമായി തീരും. അടുത്തത് 2-ാമത്തെ വാക്യം. അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു, അവ ആട്ടിൻകൂട്ടങ്ങൾക്ക് ആയിരിക്കും, ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞു കിടക്കും. ഈ ആട്ടിൻകൂട്ടങ്ങൾ, മൃഗങ്ങൾ, പട്ടണം ഉണ്ടാക്കിയത് മൃഗങ്ങൾക്ക് പാർക്കാനല്ല. ദൈവം ഈ ദമിശ്കേക്കിനെ തകർക്കുമ്പോൾ അവിടെ വസിച്ചവർ എവിടെ? ഒരു സമയം പട്ടണത്തിൽ വസിച്ചവർ അവരെവിടെ? മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രയും വലിയ നാശമാ വരാൻ പോകുന്നത്. അടുത്തത് 3-ാമത്തെ വാക്യം. എഫ്രൈമിൽ കോട്ടയും
ദമ്മശേക്കിൽ രാജ്യത്വവും ഇല്ലാതെയാകും. അരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ ദമ്മേശേക്കിന്റെ പുറത്തുള്ള ദൈവത്തിന്റെ കോപത്തിന്റെ കാരണം? എൻ്റെ ജനമായ യഹൂദയുടെ പുറത്തില്ലയോ നീ ആക്രമിക്കാൻ വന്നത്? നിന്റെ കൂടെ കൂട്ടുകൂടിയത് എൻ്റെ ജനം ഇസ്രായേലുണ്ട്. അവരുടെയും കോട്ട, ഈ മൂന്നാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം ഇംഗ്ലീഷിലാണ്, ദി ഫോർട്രസ് ഓൾസോ ഷാൽ സീസ് ഫ്രം എഫ്രൈം. എഫ്രൈമിൽ കോട്ടയും എഫ്രൈമിൽ കോട്ടയും ദമ്മശേക്കിൽ രാജ്യത്വവും ഇല്ലാതെയാകും. എഫ്രൈമിൽ കോട്ടയും ഇല്ലാതെയാകും എന്ന് പറഞ്ഞാൽ, എഫ്രൈം പറഞ്ഞാൽ ഇസ്രായേൽ ഇല്ലയോ? നീ ഓർക്കുന്ന നിനക്ക് സുരക്ഷത്വമുണ്ട്. നീ ജാതിയുടെ കൂടെ കൂട്ടു നിന്നല്ലയോ നിന്റെ സഹോദരൻ യഹൂദയുടെ വിരോധം നീ വന്നത്. ഒന്ന് നിന്നേ. ഈ സർവശക്തൻ ആയ ദൈവം നമ്മളോടും സംസാരിക്കുന്നുണ്ടോ? ജാതികളോട് കൂട്ടുകൂടിയാൽ, ജാതികളോട് കൂട്ടുകൂടാൻ പറഞ്ഞത് നമ്മുടെ വിശുദ്ധിയും വേർപാട് നഷ്ടപ്പെടുത്തി ജാതികളുടെ പോലെ നമ്മളായിത്തീർന്നാൽ ദൈവത്തിൻ്റെ ഉഗ്രകോപം വീഴത്തില്ലയോ? ചെവിയുള്ളവൻ നല്ലപോലെ കേട്ടോണം. നമ്മളെ ദൈവം ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്ന മുമ്പേ കണ്ട് പേർ ചൊല്ലി വിളിച്ചതാ. വേർപെട്ട് ജീവിക്കാനുള്ള ആ പ്രമാണം നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് ഒത്തിരി വിശ്വാസികളുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറയുന്നുണ്ടെങ്കിലും വേർപാട് പറഞ്ഞ സംഗതിയെ അവരുടെ ജീവിതത്തിലില്ല. മറ്റവരുടെ ഇടയ്ക്ക് കൂട്ടി കലങ്ങിക്കിടക്കും, അതാ ഇഷ്ടം. അന്ന കിടന്നോ, വേർപെട്ട് ജീവിക്കണ്ട, അതിലെയോ ആഗ്രഹിക്കുന്നത്. ഇനി ഇവരുടെ പുറത്ത് വീഴുന്ന ആ ന്യായവിധി തന്നെ നമ്മുടെ തലയിൽ വീഴുമ്പോൾ നമുക്ക് വിവരം വരും. അപ്പോഴത്തേക്ക് ഒത്തിരി താമസമായി. ജാതികളുടെ പുറത്ത് വീഴുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റയൊരു മാർഗമേ ഉള്ളൂ. ദൈവ പൈതൽ ജീവിതത്തിൽ വിശുദ്ധിയും വേർപാട് പാലിച്ചോണം. അല്ലെങ്കിൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എഫ്രൈമിനോട് പറയുന്നത്, ദമ്മേശേക്കിന് വരുന്ന ആ നാശം തന്നെ നിനക്കും ഉണ്ടെന്ന്. അവരുടെ കൂടെയില്ലയോ നീ കൂട്ടി നിൽക്കുന്നത്? ദൈവത്തിൽ ആശ്രയിക്കാതെ നിന്റെ ആശ്രയം ആര്? ഞാൻ ദൈവത്തിലില്ലയോ ആശ്രയിക്കേണ്ടത്? ഞാൻ ആരുടെ കൂടെയാ കൂട്ടി നിൽക്കുന്നത്? ഞാൻ ആരുടെ നടപ്പ് നോക്കിയാ ഞാൻ നടക്കുന്നത്? ജാതികളുടെ നടപ്പില്ലയോ എനിക്ക് ഒത്തിരി പ്രോത്സാഹനമാകുന്നത്? വേർപെട്ട് ജീവിക്കാൻ എന്താ ഇത്രയും പാട്? വേർപെട്ട് ജീവിക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ സത്യത്തെ കണ്ട് ഈ വഴി വന്നത്? അവരുടെ കൂടെ അങ്ങ് കിടന്നാൽ മതിയല്ലോ, അതില്ലയോ നല്ലത്? ക്രിസ്തുവിനെ അറിഞ്ഞവൻ വേർപെട്ട് ജീവിക്കും. അവന് ജാതികളുടെ കൂടെ, ലോകത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയത്തില്ല. അവരുടെ മധ്യത്തിൽ വസിക്കുവാനെങ്കിലും വേർപാട് പാലിക്കും. എന്നാലേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. അടുത്തത് അതിൻ്റെ 4-ാമത്തെ വാക്യം. അന്നാളിൽ യാക്കോബിന്റെ മഹത്വം ക്ഷയിക്കും. അന്നാളിൽ യാക്കോബിന്റെ മഹത്വം ക്ഷയിക്കും. അവന്റെ ദേഹപുഷ്ടി മെലിഞ്ഞു പോകും. അവന്റെ ദേഹപുഷ്ടി മെലിഞ്ഞു പോകും. ഇത് ദമ്മേശേക്കിനെ കുറിച്ച് അല്ല, ഇത് ദൈവം യാക്കോബിന്റെ ഗ്രഹത്തെക്കുറിച്ച് പറയുക. അവന്റെ പുഷ്ടി, ദേഹപുഷ്ടി മെലിഞ്ഞു പോകും. ദേഹപുഷ്ടി മെലിഞ്ഞു പോകും. പറയുന്നത് ദേഹപുഷ്ടി പറഞ്ഞാൽ എന്താ? യാക്കോബിന് ഒരു അഹങ്കാരമുണ്ട്. ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാ, ഞങ്ങൾക്ക് അത്ര ജനമുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. നിന്റെ പുഷ്ടി
ക്ഷയിക്കുന്ന ദിവസം ദൂരെയല്ല. നിനക്ക് വിശുദ്ധിയും വേർപാടിൽ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ. നിന്റെ പുഷ്ടി തകർന്നു പോകുന്ന ദിവസം ദൂരെയല്ല. ദൈവം വിശുദ്ധനായിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ജനം വിശുദ്ധിയും വേർപാട് പാലിക്കണം എന്ന് ദൈവത്തിൻ്റെ കർശനമായ നിർദ്ദേശമാണ്. അവിശ്വാസികളുടെ കൂടെ ഒന്നിച്ച് ഒരു നുകത്തിൻ്റെ കീഴെ വരല്ലേന്ന് ദൈവം സ്പഷ്ടമായി എഴുതി തന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഒത്തിരി പേർക്ക് അവിശ്വാസികളുമായി കല്യാണം കഴിക്കുന്നത് വലിയൊരു വിഷയമല്ല. ഇന്ന് എന്താ ഇത്ര കുടുംബങ്ങൾ തകർന്നു പോകുന്നത്, കുടുംബ ജീവിതങ്ങൾ തകർന്നു പോകുന്നത്? ആരുടെ കൂടെയാ കൂട്ടുകൂടിയേക്കുന്നത്? നീ ഒരു ദൈവ പൈതലില്ലയോ? നിന്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവചനപ്രകാരമാണോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അടുത്ത താഴെ വായിച്ചാട്ട് 5-ാമത്തെ വാക്യം. അത് കൊയ്ത്തുകാരൻ വിള ചേർത്ത് പിടിച്ച് കൈകൊണ്ട് കതിരുകളെ കൊയ്യും പോലെയും ഒരുത്തൻ റഫായിം താഴ്വരയിൽ കതിരുകളെ പെറുക്കും പോലെയും ആയിരിക്കും. അടുത്തത് 6-ാമത്തെ വാക്യം. ഒലിവ് തല്ലുമ്പോൾ വൃക്ഷാഗ്രത്തിൽ 2-3 കായോ ഫലവൃക്ഷത്തിന്റെ കൊമ്പുകളിൽ 4-5 കായോ ഇങ്ങനെ കാലാപറിപ്പാൻ ചിലത് ശേഷിച്ചിരിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഇതിന്റെ അർത്ഥം എന്താ? ഒരു മരത്തിൽ 2-3 കായ കാണത്തുള്ളോ? ദൈവത്തിൻ്റെ ഉഗ്രകോപത്തിൽ ദൈവം ആ മരത്തെ കുലുക്കുമ്പോൾ കായകൾ എല്ലാം താഴെ വീഴും. എല്ലാം 2-3 മാത്രമേ ശേഷിക്കത്തുള്ളൂ. ഒരു മരത്തിൽ 2-3 കായ ശേഷിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ശേഷിപ്പ് എത്രയുണ്ട്? ചുരുക്കം ചിലർ. ബാക്കി എല്ലാവരുടെ പുറത്ത് ദൈവത്തിൻ്റെ ന്യായവിധി വീണൂന്നേ. ദൈവത്തിൻ്റെ ഉഗ്രകോപം വീഴും. താഴെ 7-ാമത്തെ വാക്യം. അന്നാളിൽ മനുഷ്യൻ തന്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും തന്റെ വിരലുകളാൽ ഉണ്ടാക്കിയ അശേരാ വിഗ്രഹങ്ങളെയും സൂര്യസ്തംഭങ്ങളെയും നോക്കാതെയും തന്റെ സൃഷ്ടാവിങ്കിലേക്ക് തിരികെയും അവന്റെ കണ്ണ് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നോക്കുകയും ചെയ്യും. ആ വാക്യത്തിന്റെ അർത്ഥം, അന്നാളിൽ ദൈവത്തിന്റെ ഉഗ്രകോപം വീഴുമ്പോൾ ഈ കൈകൊണ്ടുണ്ടാക്കിയ ബിംബത്തിന്റെ മുമ്പേ ഇന്ന് കുമ്പിട്ട് കരയുന്നവര്, അതിൻ്റെ മുമ്പേ ആരാധിക്കുന്നവര്, ഒരു ദിവസം വരുന്നുണ്ട് ഇവർ തന്നെ പറയും, ഇതിനെ ആരാധിച്ചിട്ട് പ്രയോജനം എന്താ? ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടില്ലയോ ഇതിന് എന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അതിനെ രക്ഷിക്കേണ്ടി വരുന്നത്. മനുഷ്യന്റെ കണ്ണ് തുറക്കാൻ ദൈവത്തിന് കഴിയും. കൃപയാൽ നമ്മുടെ കണ്ണ് തുറന്നുകൊണ്ടില്ലയോ നമുക്ക് മനസ്സിലായത്, സർവശക്തനായ ദൈവം ആര്? നമുക്ക് കൈകൊണ്ട് രൂപം കൊടുക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ന്യായവിധി വീഴുമ്പോൾ അന്നേരം കണ്ണ് തുറന്നിട്ട് പ്രയോജനം എന്താ? ഇതുവരെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ ബിംബത്തെ നോക്കി പറയുന്നത്, ഇതിനെ എനിക്ക് രക്ഷിക്കാൻ, എന്നെ രക്ഷിക്കാൻ ഈ ബിംബത്തെ കൊണ്ട് കഴിയത്തില്ല. ഞാൻ ഇത്രയും നാൾ ഇതിനെ ആരാധിച്ചതാ, ഇതിന് എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഇപ്പോഴാ പിടി കിട്ടിയത്, ഇത് ഞാൻ എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയതാ. പക്ഷെ അപ്പോഴത്തേക്ക് ഒത്തിരി താമസമായി. നമ്മൾ ദൈവത്തെ എത്ര സ്തുതിക്കേണ്ടതാ. ദൈവം നമ്മുടെ കണ്ണ് തുറന്നു. ഇന്ന് ആൾക്കാർ മനുഷ്യനുണ്ടാക്കിയ പടത്തിൻ്റെ മുമ്പേ ഇല്ലയോ വിളക്ക് കത്തിക്കുന്നത്, ചിന്തിക്കുന്നത് കൈകൂപ്പി പ്രാർത്ഥിച്ചാൽ ഈ കാണുന്ന പടം എനിക്ക് നിത്യത തരുന്നേ ആണോ? ഇത് പടമില്ലയോ? മനുഷ്യൻ വരച്ച പടമില്ലയോ? അടുത്തത് അതിൻ്റെ താഴെ 8-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം. അന്നാളിൽ അവന്റെ ഉറപ്പുള്ള പട്ടണങ്ങൾ അമോര്യരും
ഹിവ്യരും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ നിർജ്ജനദേശം പോലെയാകും. അതിന്റെ അവ താഴെ ശൂന്യമായി തീരും. അവർ ശൂന്യമായി തീരും. നിന്റെ രക്ഷയുടെ ദൈവത്തെ നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്ന് നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതെ ഇരിക്കൊണ്ട് നിന്റെ ബലമുള്ള പാറയെ നീ ഓർക്കാതിരിക്കുന്ന കാലം നീ മനോഹരമായ തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്ത് നിന്നുള്ള വള്ളികളെ നടന്നു. അതിന്റെ താഴെ നടുന്ന ദിവസത്തിൽ നീ അതിന് വേലി കെട്ടുകയും രാവിലെ നിന്റെ നടുതല പൂക്കുമാറാക്കുകയും ചെയ്യുന്നു. എങ്കിലും കഠിനമായ മുറിവും തീരാത്ത വ്യസനവും തട്ടുന്ന ദിവസത്തിൽ കൊയ്ത്തു പോയി പോകും. ഇവിടെ എഴുതിയേക്കുന്നേ 10ാമത്തെ വാക്യത്തിൽ, because thou hast forgotten the God of thy salvation and hast not been mindful of the rock of thy strength. മലയാളത്തിൽ അത്രയും ഭാഗം വായിച്ച് 10ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം. നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്ന് നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതിരിക്കൊണ്ട് നിന്റെ ബലമുള്ള പാറയെ നീ ഓർക്കാതിരിക്കുന്നത്. ഒന്ന് നിന്നേ, ദൈവത്തിന്റെ ജനത്തോട് ഇല്ലയോ ദൈവം പറയുന്നത്? നിന്റെ രക്ഷയുടെ പാറയെ നീ മറന്നോ? നീ ആരുടെ പുറത്ത് ആശ്രയിക്കുന്നത്? നിന്റെ ആശ്രയം എന്താ? നമ്മൾ ദൈവമക്കളായിരിക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെ ഓരോ വിചാരങ്ങൾ നല്ലപോലെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലല്ലയോ? എൻ്റെ ആശ്രയം ദൈവമാണോ? നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, ഞാൻ ആരിലാ ആശ്രയിക്കുന്നത്? ഞാൻ എന്തുവാ ചിന്തിക്കുന്നത്? ദൈവത്തിൽ ആശ്രയിക്കാതെ ഞാൻ എൻ്റെ കഴിവുകളിൽ ആശ്രയിച്ച് ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ദൈവം അതിനെ തൊടുമ്പോൾ വിവരമറിയും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ആശ്രയം എൻ്റെ ദൈവത്തിൻ്റെ പുറത്താണോ? ഇവിടെ സ്പഷ്ടമായി ദൈവാത്മാവ് പറയില്ലയോ, എൻ്റെ ആശ്രയം ഞാൻ ഉറപ്പുള്ള ആ പാറയിലാണോ ഞാൻ നിൽക്കുന്നത്, അതോ എൻ്റെ കഴിവിലാണോ ഞാൻ ആശ്രയിക്കുന്നത്? അതിൻ്റെ താഴെ വായിച്ചേ 12ാമത്തെ വാക്യം. അയ്യോ അനേക ജാതികളുടെ മുഴക്കം, അയ്യോ അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. അതിന്റെ താഴെ വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു, എങ്കിലും അവൻ അവരെ ശാസിക്കും. അപ്പോൾ അവർ ദൂരത്തേക്ക് ഓടിപ്പോകും. കാറ്റിൻ മുൻപിൽ പർവ്വതങ്ങളിലെ പതിർ പോലെയും കൊടുങ്കാറ്റിൻ മുൻപിൽ ചുഴന്നു പറക്കുന്ന പൊടി പോലെയും പാറിപ്പോകും. സോ ഇവിടെ വലിയ മുഴക്കം. ഈ ജാതികൾ അവരെന്തോ ചിന്തിക്കുന്നേ, ഞങ്ങൾ എന്തോ ചിന്തിച്ചോ അത് നടക്കും. അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഞങ്ങൾക്ക് കഴിവുണ്ട്, ഞങ്ങളുടെ അടുത്ത് ധനമുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ വലിയ സൈന്യങ്ങൾ നമ്മൾ നോക്കിയാൽ അമേരിക്ക, ഇന്ത്യ, ചൈന, റഷ്യ, ഇത് ഓരോ രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർ ചിന്തിച്ചേക്കുന്നേ, ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾക്ക് ചെയ്യാം. ഞങ്ങളുടെ ബലമുണ്ടെന്നേ, ആയുധങ്ങളുണ്ട്. അതുപോലെ ഇല്ലേ നമ്മളും ചിന്തിക്കുന്നേ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ അതിന് മുമ്പേ തന്നെ കുറേ സേവിങ്സ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ദൈവം സഹായിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്താൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ സർവശക്തൻ്റെ അരുളപ്പാടെന്താ? ഞാൻ ആരിലാ ആശ്രയിക്കുന്നത്? ദൈവമേ, നിന്റെ സ്വഭാവം മനസ്സിലാക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, പാട്ടുകൾ പാടുന്നുണ്ട്, ദൈവവേലയ്ക്ക് ഞാൻ കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കുന്നതുമുണ്ട്. പക്ഷെ എൻ്റെ ആശ്രയം ആര്? ഞാൻ വെളിയിൽ നിന്ന് പറയുന്നുണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ നടപ്പ്, എൻ്റെ ചിന്ത എൻ്റെ മക്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ?
ഞങ്ങളുടെ അപ്പനും അമ്മ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ഞാൻ എൻ്റെ ഭവനത്തിൽ ഏത് മാതൃകയാണ് കാണിച്ചേക്കുന്നത്? ഞാൻ പാട്ട് പ്രാർത്ഥന എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ മക്കൾ എന്നെ കാണുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയമാണോ? ഒടുവിലത്തെ വാക്യം വായിച്ചേ, 14-ാമത്തെ വാക്യം. സന്ധ്യാസമയത്ത് ഇതാ ഭീതി, സന്ധ്യാസമയത്ത് ഇതാ ഭീതി. പ്രഭാതത്തിന് മുമ്പേ അവൻ ഇല്ലാതെയായി. പ്രഭാതത്തിന്റെ മുമ്പേ അവൻ ഇല്ലാതെയായി. ഇത് നമ്മെ കൊള്ളയിടുന്നവരുടെ ഓഹരിയും നമ്മോട് പിടിച്ചു പറിക്കുന്നവരുടെ പങ്കുമാകുന്നു. നമ്മളോട് പിടിച്ചു പറിക്കുന്നവരുടെ പങ്കുമാകുന്നു. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം ദമിശ്ശേക്കിനോടും ഇസ്രായേലിനോടുള്ള തൻ്റെ സന്ദേശം അറിയിക്കുക. ഇത് വായിച്ചു കഴിഞ്ഞ് നമ്മൾ ഇനിയും പ്രാർത്ഥിക്കാൻ പോവുക. പ്രാർത്ഥന കഴിഞ്ഞ ഒരു സമയം കിട്ടുമല്ലോ, തന്നെ ഇരുന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാം. കർത്താവ് വരാറായി, മണവാളൻ വരാറായി. ഞങ്ങൾ പാസ്റ്റേഴ്സ് ആണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വചനം പറയാം, സ്നാനപ്പെടുത്താം, കർത്തൃമേശ ശുശ്രൂഷ നടത്താം. പക്ഷേ മണവാളൻ വരുമ്പോൾ കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല. അതിന് ഓരോരുത്തർ തന്നെത്താനെ ഒരുക്കണം. ഒരുങ്ങിയിരിക്കുന്നവർ ആ നിമിഷത്തിൽ അവർ ഇവിടുന്ന് പോകും. പോകാനുള്ള ഒരുക്കം എത്രയായി? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇസ്രായേലേ, നീ ആരുടെ കൂടെയാ കൂട്ടുനിന്നത്? അവരുടെ സഹായം തേടിയല്ലയോ നീ സ്വന്തം സഹോദരൻ്റെ വിരോധം പോയത്? ജാതികളോടില്ലയോ നീ കൂട്ടുകൂടിയത്? അവരുടെ പുറത്ത് വരുന്ന ന്യായവിധി നിന്റെ പുറത്തും വരും. അതുകൊണ്ട് ആ ദൈവം മക്കൾ അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയും വേർപാട് പാലിക്കേണ്ടത്. ഇന്ന് ഒത്തിരി പേരുണ്ട് വിശ്വാസികളുടെ മധ്യത്തിൽ വരുമ്പോൾ, വിശ്വാസികൾ ജാതികളുടെ മധ്യത്തിൽ പോകുമ്പോൾ അവരുടെ പോലെ തന്നെ. ദൈവം ഇതെല്ലാം കാണുന്നില്ലയോ? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. എൻ്റെ നടപ്പ് ഇന്ന് എത്ര പേര് ഈ വിശ്വാസത്തിനു വേണ്ടി വില കൊടുക്കുന്നുണ്ട്? അവരുടെ ജീവിതത്തിൽ ഉപദ്രവം അവർ സഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ അവരെക്കുറിച്ച് നിങ്ങളുടെ മുമ്പേ ആരോടും പറയുന്നില്ല. എത്ര പേര് പഠിത്തമുള്ളവർ, നല്ല കഴിവുള്ളവർ ഈ വിശ്വാസത്തിനു വേണ്ടി അവരെത്ര ഉപദ്രവം സഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ജാതികളിൽ നിന്ന് അവർ ഇറങ്ങി തിരിച്ചു. അവരുടെ ആചാരങ്ങളെയെല്ലാം മാറ്റി വെച്ച് അവർ ഈ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ജാതികളിൽ നിന്ന് വിശ്വാസി വരുമ്പോൾ അവർക്ക് ആഭരണങ്ങൾ പറഞ്ഞാൽ എത്ര അർത്ഥമുള്ള വിഷയങ്ങളാ. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞ് അതെല്ലാം ഊരി മാറ്റി വെച്ച് ഞങ്ങൾക്കിനി ഇതൊന്നും വേണ്ട, ക്രിസ്തു മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് വില കൊടുത്തുകൊണ്ട് എത്ര പേര് മുന്നോട്ട് വരുന്നുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ഞാനും ആ ക്രിസ്തുവിനെ അറിഞ്ഞവനാ. വിശുദ്ധിയും വേർപാട് ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ? എൻ്റെ നടപ്പിൽ ആ വേർപാട് കാണുന്നുണ്ടോ? എൻ്റെ ചിന്തയിൽ ആ വേർപാടുണ്ടോ? അത് ജാതികളുടെ കൂടെ കലങ്ങിയിരിക്കുകയാണോ? നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഹല്ലേലൂയ. 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 ദമിശ്ശേക്കിനോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട്, തൻ്റെ ജനം യഹൂദയുടെ വിരോധം വന്നതാ.
എൻ്റെ ജനത്തെ നീ തൊട്ടാൽ നീ വിവരമറിയും. തെരഞ്ഞെടുത്ത ജാതിയാ. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് എത്ര എരിവ് നമ്മുടെ കർത്താവിനുണ്ടെന്നേ. രക്തം കൊടുത്ത് വാങ്ങിയ തൻ്റെ ജനമില്ലയോ നമ്മളെല്ലാവരും? നമ്മുടെ അകത്ത് അത്ര എരിവുണ്ടോ നമ്മുടെ കർത്താവിനെ കുറിച്ച്? നമ്മുടെ മണവാളനെ കുറിച്ച് നമുക്ക് അത്ര എരിവുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പാട്ടുകൾ പാടി നിന്നെ ആരാധിക്കുവാൻ, ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിക്കുവാൻ നീ അവസരം നൽകി. നിന്റെ വചനം മുഖാന്തരം നീ സ്പഷ്ടമായി ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ പിതാവേ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ മാത്രം കണ്ടാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് ആർക്കും ന്യായവിധിക്ക് കാരണമാകല്ലേ. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടും ജാതികൾ താമസിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ വേർപാട് പാലിക്കുവാൻ, ഞങ്ങളുടെ ബന്ധക്കാരുടെ മുമ്പേ ആ വേർപാട് പാലിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഭയത്തോടും വിരലോടും നിന്നെ സേവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ചില സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷിപ്പാൻ നീ സഹായിച്ചു. ടെക്സസിലും ജോർജിയയിലും വിർജീനിയയിലും ശുശ്രൂഷിപ്പാൻ നീ സഹായിച്ചു. വരുന്ന ദിവസങ്ങളിൽ കർത്താവെ, ഫിലദൽഫിയ, ന്യൂജേഴ്സി, ന്യൂയോർക്ക് ഈ പ്രദേശത്ത് ശുശ്രൂഷയ്ക്കായി പോകുമ്പോൾ കർത്താവെ, നിന്റെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ. നിന്റെ വചനത്തിൻ്റെ വിത്ത് പാകുമ്പോൾ 100 മടങ്ങ് ഫലം കായ്ക്കുവാൻ നീ സഹായിക്കണമേ. എല്ലാ മാനമഹത്വവും നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മായുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് അമേരിക്കയിലെ ശുശ്രൂഷ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോരുത്തരുടെ ജീവിതത്തിൽ വചനം പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഓരോരുത്തർ ഒരുങ്ങുവാൻ നിങ്ങൾ ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. അടുത്തത് യവനക്കാരുടെ യൂത്ത് ക്യാമ്പ് ജൂൺ 4 തൊട്ട് 8 വരെ പഞ്ചാബിലുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ സഹോദരിമാരുടെ ക്യാമ്പുണ്ട് ജൂൺ 10 തൊട്ട് 13 വരെ. ഈ ക്യാമ്പ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ക്യാമ്പ്സ് ഹിന്ദിയിലായിരിക്കും. ആരെങ്കിലും ഹിന്ദി അറിയുന്നവർ ഈ ക്യാമ്പ്സിൽ വന്ന് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ April 15 രജിസ്ട്രേഷൻ തുടങ്ങും. ഒരു കാര്യം ഓർപ്പിക്കുന്നു, April 15 രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ കണ്ട അനുഭവം, ഒരു അരമണിക്കൂറിൻ്റെ അകത്ത് 400 സീറ്റ്സ് മുഴുവനും ബുക്കാവും. ഈ വർഷം ഞങ്ങൾ 500 പേർക്ക് വേണ്ടി മാത്രം രജിസ്ട്രേഷൻ വെച്ചിട്ടുണ്ട്. ഹിന്ദി അറിയുന്നവർക്ക് മാത്രമേ ഈ ക്യാമ്പിൽ വന്നാൽ പ്രയോജനമുള്ളൂ. യവനക്കാരും സഹോദരിമാരുടെ ക്യാമ്പാണ്. സോ ആ ക്യാമ്പ്സിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാരനാഥ.